ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സഹന വഴികൾ 102 ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ പാപിയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ നഗ്നത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പഴയ നിയമത്തിലാണെങ്കിൽ, പുതിയ നിയമത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു. ഈശോ മരിച്ചതിന് ശേഷം ശിഷ്യന്മാർ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോകുകയാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റു. അവർ രാത്രികാലം മുഴുവൻ മീൻ പിടിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഈശോ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവരോട് പറയുന്നു, വല എവിടെയാണ് ഇടേണ്ടത് എന്ന്. അപ്പോൾ അവർക്ക് വളരെയധികം മീൻ കിട്ടി. അപ്പോൾ ഈശോ സ്നേഹിച്ച ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറം കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. ഈശോ ആണ് എന്ന് കേട്ടറിഞ്ഞ ഉടനെ പത്രോസിന് തൻ്റെ പാപാവസ്ഥ മനസ്സിലാകുകയും കടലിലേക്ക് എടുത്തു ചാടുകയുമാണ്. കാരണം വചനം പറയുന്നു, അവൻ നഗ്നനായിരുന്നു എന്ന്. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വരുമ്പോഴാണ് നമുക്ക് പാപത്തെക്കുറിച്ച് ഒരു ബോധം വരുന്നത്. പാപത്തെക്കുറിച്ച് ബോധം ഇല്ലാത്തവർ ചിന്തിക്കണം, അവർ ദൈവത്തിൻ്റെ സന്നിധിയിലാണോ അല്ലയോ എന്ന്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുന്നതും നാം ആ പാപത്തിൽ നിന്ന് അനുതാപത്തോടുകൂടി കുമ്പസാരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്രമങ്ങൾ തുടരുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, എനിക്ക് എല്ലായ്പ്പോഴും നിന്റെ സന്നിധിയിലായിരിക്കുവാനുള്ള കൃപ നൽകണമേ. ആ കൃപയുടെ സഹായത്തോടു കൂടി നമ്മുടെ പാപാവസ്ഥയെ തിരിച്ചറിയുവാനും അതിൽ നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കണമെന്ന ആഗ്രഹവും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും, പ്രത്യേകിച്ച് താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.